ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു അമേരിക്കൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മാക് പൈ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ മാറ്റി എന്ന് പറഞ്ഞൊരു ചെറിയ പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവൾക്കാണെങ്കിൽ ഈ അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു വേഷം കിട്ടിയിട്ടുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട്. അതിനു വേണ്ടിയിട്ട് മാറ്റിയും അവളുടെ അമ്മയായിട്ടുള്ള അനീറ്റയും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം അനീറ്റ നേരെ വെളിയിലേക്ക് വരുമ്പോൾ അവളുടെ ഭർത്താവായിട്ടുള്ള ബെൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ബെൻ ചോദിക്കുന്നു, അല്ല എങ്ങനെ അവൾ നല്ലതുപോലെ അഭിനയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവൾ നല്ലതുപോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, അതുമല്ല അവരിപ്പോൾ അവളെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബെന്നിനാണെങ്കിൽ നല്ല സന്തോഷം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ അനീറ്റ, ഇത് അവളുടെ ഭർത്താവ് ബെൻ. അങ്ങനെ മാറ്റി ആയാലും ഓടി ബെന്നിന്റെ അടുത്തേക്ക് വരുമ്പോൾ ബെന്ന്, മോളെ നാളെ മുതലേ നീ ഒരു വലിയ സെലിബ്രിറ്റി ആവാൻ പോവാണ് എന്നുള്ള രീതിയിൽ അവളെ കെട്ടിപ്പിടിച്ച് ആ ഒരു സന്തോഷം ഇങ്ങനെ പങ്കുവെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് രാത്രി കിടക്കാൻ നേരത്ത് ഇപ്പോൾ മാറ്റി അഭിനയിക്കാൻ പോകുന്ന ആ ഒരു മൂവിയിലെ അവളുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആ ഒരു കഥാപാത്രം ആക്ട്രസ്, മെയിൻ ആക്ട്രസ് അതാരാണെന്ന് ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാണ്. അപ്പൊ അലീഷ്യ എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ആണിത്. അത് കാണുമ്പോൾ തന്നെ ബെന്നിന്റെ മുഖമെല്ലാം മാറുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവര് ആൾറെഡി തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ആക്ട്രസ് ആണ്. അതുമല്ല അവരുടെ ഒരു വീഡിയോ ഇപ്പോൾ ലീക്കായിട്ട് ഇന്റർനെറ്റിലെല്ലാം ഓടുന്നുണ്ട്. ആ ഒരു വീഡിയോയും ബെൻ കാണുന്നു. അതുപോലെ ഈ ഒരു വീഡിയോ ആണെങ്കിലോ നമ്മുടെ അനീറ്റയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവർ പറയുന്നത്, അയ്യോ ഇവരോടൊപ്പമാണോ നമ്മുടെ മകൾ അഭിനയിക്കാൻ പോകുന്നത്? അപ്പൊ അനീറ്റ പറയും, അതിനിപ്പോ എന്താ കുഴപ്പം, ഇത് അവരായിട്ട് തന്നെ പോസ്റ്റ് ചെയ്തതല്ല, ലീക്കായ വീഡിയോ ആണ്. അത് വെച്ചിട്ട് ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കണ്ടെന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടാമതൊരു കുഞ്ഞും കൂടിയുണ്ട്. ഇപ്പൊ അവൻ കരയുന്ന ആ ഒരു ശബ്ദം അടുത്തുള്ള സ്പീക്കറിലൂടെ കേൾക്കുമ്പോൾ ബെൻ പറയും, ശരി നീ പോയിട്ട് കുഞ്ഞിനെ നോക്കാൻ പറയുമ്പോൾ അനീറ്റ ആയാലും നേരെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ബെൻ ആണെങ്കിലോ രാവിലെ തന്നെ മാറ്റിനെ കൂട്ടി ആ ഒരു ഷൂട്ടിംഗ് നടക്കുമല്ലോ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള എമിലി എന്ന് പറഞ്ഞ ലേഡി ഉണ്ട്. അവരിപ്പോ വന്ന് നമ്മുടെ മാറ്റിയെ കണ്ടിട്ട്, ഓക്കേ മോളെ നീയല്ലേ മാറ്റി, വാ പെട്ടെന്ന് വാ, മേക്കപ്പ് എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരവാൻ അകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അകത്തിരിക്കുമ്പോഴത്തേക്കാണ് അലീഷ്യ നമ്മുടെ മാറ്റി ഇരിക്കുന്ന ആ ഒരു ക്യാരവാനിലേക്ക് തന്നെ വന്ന് അവളെ കാണുന്നു. കാരണം അലീഷ്യയുടെ മകളായിട്ടാണ് ഈ ഒരു മൂവിയിൽ മാറ്റി അഭിനയിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ സംസാരിക്കാന്ന് പറഞ്ഞ അലീഷ്യ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ബെൻ ആയാലും അലീഷ്യയെ കണ്ടു, അയ്യോ നിങ്ങൾ തന്നെ ഇവിടെ വന്നു, ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകനാണ് എന്ന് പറയുമ്പോൾ അലീഷ്യ തിരിച്ചു പറയും, ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകയാണ്. അല്ല അതെങ്ങനെ, അല്ല നിങ്ങളൊരു എഴുത്തുകാരനല്ലേ, നിങ്ങളുടെ ബുക്കുകളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ബെൻ ഒരു എഴുത്തുകാരനാണ്. ഓ അങ്ങനെയാണല്ലേ, വളരെ സന്തോഷമുണ്ട് എന്നെല്ലാം ബെൻ ഇങ്ങനെ ഒലിപ്പിച്ചിറക്കാണ്. അങ്ങനെ ഇവരിവിടെ പരിചയപ്പെടുന്ന അതേ സമയം വീട്ടിൽ നമ്മുടെ മാറ്റി കണ്ണാടിയിൽ നോക്കി നല്ല ദേഷ്യങ്ങനെ നിൽക്കുന്നു. എന്താണ് കാരണം എന്നറിയത്തില്ല. അതുമല്ല അവളാണെങ്കിൽ കൈ കൊണ്ട് ആ ഒരു കണ്ണാടിയിലേക്ക് ഒരു ഒറ്റയിടി, കൈ നല്ലതുപോലെ മുറിയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവിടെ കാണിക്കുമ്പോൾ ഇവിടെ ഇവർ മേക്കപ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങി വരുവാണ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് അലീഷ്യയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞല്ലോ, അവിടെയുള്ള ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ട്. അതിപ്പോ കണ്ട് അലീഷ്യയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു. അപ്പൊ ഇത് കണ്ട നമ്മുടെ ബെൻ ആണെങ്കിലും അവരുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഹേയ് നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലും ഇല്ലേ ഇതുപോലെയുള്ള സ്ത്രീകൾ, അവർക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ അതുകൊണ്ട് ഇപ്പൊ തന്നെ അത് ഓഫ് ചെയ്യ് എന്നെല്ലാം പറയുമ്പോൾ അലീഷ്യ പറയും, ബെൻ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ബാ പോവാന്ന് പറഞ്ഞ് അവനെ വിളിച്ചിങ്ങനെ പോവാണ്. അങ്ങനെ ഷൂട്ടിംഗ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ലൈറ്റും ക്യാമറ ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് മാറ്റി നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അപ്പൊ അലീഷ്യ ചോദിക്കും, മാറ്റി നിനക്ക് നല്ല പേടിയുണ്ടോ? അതെ ചെറുതായിട്ട്, എനിക്കും പേടിയുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് ഈ ഒരു പേടി മാറ്റിയാലോ എന്നെല്ലാം പറഞ്ഞ് നല്ലതുപോലെ തന്നെ അവളെ സംസാരിച്ച് അന്നത്തെ ആ ഒരു ഷൂട്ടിംഗ് നല്ലതുപോലെ തന്നെ കഴിയുന്നുണ്ട്. അങ്ങനെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മാറ്റി ആയാലും ഓടി വന്നിട്ട്, അമ്മ ഇന്ന് ഞാൻ നല്ലതുപോലെ ചെയ്തു എന്നെല്ലാം പറയുമ്പോൾ, അങ്ങനെയാണല്ലേ, ശരി നിനക്ക് വേണ്ടി ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ ബെൻ പറയും, അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ സെറ്റിൽ നിന്ന് തന്നെ കഴിച്ചു. ഓ അങ്ങനെയാണല്ലേ, ശരി കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ബെൻ പറയും, ഇല്ല അവൾക്ക് രാവിലെ തന്നെ ഷൂട്ടിങ്ങിന് പോകണം, അതുകൊണ്ട് എന്തായാലും അവളെ ഉറക്ക് എന്നും പറഞ്ഞ് അവൻ നേരെ റൂമിലേക്ക് പോകുമ്പോൾ അനീറ്റ മാറ്റിയെ കൊണ്ടുവന്ന് ഉറക്കി കിടത്തിയിട്ട് അത് കഴിഞ്ഞ് നേരെ ബെന്നിന്റെ മുറിയിലേക്ക് ചെന്ന്, ഇന്ന് മാറ്റി നല്ലതുപോലെ അഭിനയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവക്കൊരു കുഴപ്പമില്ലായിരുന്നു, അവൾ നല്ലതുപോലെ തന്നെ അഭിനയിച്ചു. പിന്നെ അലീഷ്യ എന്ന് പറഞ്ഞ ആക്ട്രസ് അവരോട് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് അവരും വന്ന് സംസാരിച്ചു. അതുപോലെ വലിയൊരു സെലിബ്രിറ്റിയെ പോലെയൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇങ്ങോട്ട് വന്നാണ് ഞങ്ങളോട് സംസാരിച്ചത്. അതുമല്ലാതെ അവർ എന്റെ ബുക്കും വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്നെയും അവർ ആരാധിക്കുന്നുണ്ട് പറഞ്ഞിരുന്നു എന്നെല്ലാം ഇങ്ങനെ പറയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ തന്നെ ഭാര്യയും ഭർത്താവും തന്നെയാണ്. എന്നിരുന്നാലും ആ ഒരു ബന്ധമുള്ളതുപോലെയല്ല ഒരിക്കലും നമുക്ക് തോന്നുന്നത്. അതുപോലെയാണ് രണ്ടുപേരും സംസാരിക്കുന്നത് തന്നെ. പിന്നെ ഈ കുട്ടികൾ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയത്തില്ല. അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം ഉണ്ടായതായിരിക്കും. അത് വലിയ കാര്യമൊക്കെ ഉണ്ടാവും. ഇപ്പൊ തന്നെ നോക്കുമ്പോൾ അവൻ പകുതി കാര്യങ്ങളും ഇത്രയും കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്, അവളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് ബെൻ ഇത്രയും നേരം ലാപ്ടോപ്പിൽ എന്തോ നോക്കുന്നുണ്ടായിരുന്നു. അവൻ പോയതിനു ശേഷം
അനീറ്റ ആയാലും വന്ന് ആ ഒരു ലാപ്ടോപ്പ് തുറന്ന് അതിലെന്താണ് അവൻ സെർച്ച് ചെയ്ത് നോക്കിയത് എന്ന് നോക്കുമ്പോൾ ഗൂഗിളിലെ അലീഷയെ പറ്റിയുള്ള ഫോട്ടോസ് എല്ലാമാണ് അവൻ കണ്ടിട്ടുള്ളത്. ഇത് കണ്ടതും അനീറ്റയ്ക്ക് നല്ല ഇതിൽ പൊസസീവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ഷൂട്ടിങ്ങിന് വേണ്ടി പോവാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ചെന്നിട്ട് നേരെ അലീഷയുടെ ക്യാരവാനകത്തേക്ക് ചെല്ലും. അങ്ങനെ ഇവര് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അസിസ്റ്റന്റ് ഡയറക്ടർ അവിടേക്ക് വന്നിട്ട്, മേഡം ഇന്ന് അഭിനയിക്കാനുള്ള ഒരു ആക്ടർ വന്നിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ഷൂട്ടിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ അലീഷയിലും, ഏയ് നിങ്ങൾ എന്തായി പറയുന്നത്, ഇത്രയും മേക്കപ്പ് എല്ലാം ചെയ്തു വെച്ചിട്ട് ഓക്കെ സാരമില്ല പോട്ടെ. മാറ്റി നീ എന്തെങ്കിലും കഴിച്ചിരുന്നോ? ഇല്ല ഞാനൊന്നും കഴിച്ചില്ല. ശരി അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഷൂട്ടിംഗ് ഇല്ല, അതുകൊണ്ട് രണ്ടുപേരും എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വരുന്നു, നമുക്ക് ഫുഡെല്ലാം കഴിച്ച് ഒരു മൂവി എല്ലാം കാണാം എന്ന് പറഞ്ഞിട്ട് ഇവരെയും കൊണ്ട് നേരെ അലീഷയുടെ വീട്ടിലേക്ക് പോവാണ്. അതേസമയം ഇവിടെ അനീറ്റയെ കാണിക്കുമ്പോൾ അവളുടെ മൈൻഡിൽ വീണ്ടും അതേ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ബെന്നിന് ആൾറെഡി തന്നെ അനീറ്റയെ ഇഷ്ടമല്ല. ഇതിനിടയിൽ ഇപ്പോ അലീഷനെ കൂടി കണ്ടിട്ട് തന്നെ കൂടുതൽ വെറുക്കും, അവളെ കൂടുതൽ ഇഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണുള്ളത്. ഇവിടെ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ആഹാരമെല്ലാം കഴിച്ചിട്ട് മൂവി കാണാനായിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴത്തേക്കും മാറ്റി ആണെങ്കിലോ അവൾ പകുതിയിൽ വെച്ച് തന്നെ കിടന്ന് ഉറങ്ങും. ഓ മാറ്റി നീ ഉറങ്ങിയോ എന്നും പറഞ്ഞിട്ട് അലീഷ ഈ മൂവിയുടെ വോളിയം അത് കുറച്ച് വെച്ചിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കും. അപ്പോഴാണ് അലീഷ പറയുന്നത്, ഇന്നലെ എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചില്ലേ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ബെൻ പറയും, അയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല, ആർക്ക് ഇത് സംഭവിച്ചാലും ഞാൻ അത് എന്തായാലും ചോദ്യം ചെയ്യും, അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അതുമല്ല നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നെല്ലാം അവനിങ്ങനെ പറയാണ്. ഓ പിന്നെ അങ്ങ് ഇഷ്ടപ്പെടും നിനക്ക്. അപ്പൊ അലീഷ ചോദിക്കും, അല്ല നിങ്ങൾക്ക് ഒരു ഭാര്യ ഉണ്ടല്ലോ, അവരെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഓ അവളുടെ പേര് അനീറ്റ, അതുപോലെ എനിക്ക് ഒരു കുട്ടിയും കൂടിയുണ്ട്, ചെറിയ കുട്ടിയാണ്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ അനീറ്റയോട് അത്ര ഇഷ്ടമൊന്നുമില്ല, എനിക്ക് വീട്ടിലിരിക്കാൻ തന്നെ വലിയ താല്പര്യമൊന്നുമില്ല, ഏത് സമയം ഞാൻ വെളിയിലായിരിക്കും. അതുമല്ല ഇപ്പോഴാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി, ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും ഇവിടേക്ക് വരാലോ. കാരണം വേറെ ഒന്നുമല്ല, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവളൊരു സൈക്കോയെ പോലെയാണ് എന്നെല്ലാം സ്വന്തം ഭാര്യയെ പറ്റി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ വീട്ടില് അനീറ്റയെ കാണിക്കുമ്പോൾ അവളായാലും ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അതിലൊരു ന്യൂസ് വേറെ ഒന്നുമല്ല, ബെൻ അലീഷയായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയല്ലോ. ആ ഒരു കാര്യം ആരോ ഒരാൾ ഫോട്ടോ എടുത്തിട്ട് അതിപ്പോ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്ത് അവളുടെ കൂടെ പോയത് ആരാണ് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കാണുമല്ലോ, അതുപോലെയെല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ട അനീറ്റയ്ക്ക് അത്രയും ദേഷ്യമായി. എന്നിട്ട് അവളുടെ ഫോൺ എടുത്ത് ടേബിളിലേക്ക് ഒരു ഒറ്റയടി, ആ ഫോൺ എന്തായാലും തകർന്നു. അത് കഴിഞ്ഞിട്ട് അവളുടെ കയ്യിലൊരു ഡിവൈസ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാല് അവളുടെ കുഞ്ഞ് എപ്പോഴൊക്കെ കരയുന്നു ആ ഒരു കാര്യം അവൾക്ക് ഈ ഒരു ഡിവൈസിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ ഒരു ഡിവൈസ് എടുത്ത് നമ്മുടെ അനീറ്റ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി പോവാണ്, അതും ഡോറും തുറന്നു വെച്ചിട്ട്. ഇപ്പൊ കാണുമ്പോൾ തന്നെ ഒരു സൈക്കോ തരം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ അനീറ്റ ആയാലും ഒരുപാട് ദൂരം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഇത് ബ്ലൂടൂത്ത് ആയിട്ട് എന്തോ കണക്റ്റഡ് ആണ്. അങ്ങനെ കുറെ ദൂരം നടന്നു ചെല്ലുമ്പോൾ ഈ ഒരു കണക്ഷൻ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ വിട്ടാണ് ഈ ഒരു കുഞ്ഞ് കരയുന്നത് കേൾക്കുന്നത്. അതുകൊണ്ട് എന്തായാലും തിരിച്ചു പോവാന്നും പറഞ്ഞ് അവൾ അതേ സ്പീഡിൽ തന്നെ തിരിച്ചും വരുന്നു. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ മാറ്റി ഉറക്കം എഴുന്നേൽക്കുമ്പോഴത്തേക്കും ബെൻ പറയും, ശരി അവൾ എന്തായാലും ഉണർന്നു, ഞാൻ വീട്ടിലേക്ക് പോവാണെന്നും പറഞ്ഞ് പോകാനായിട്ട് വരുമ്പോൾ അലീഷ ഇവരുടെ രണ്ടുപേരുടെ ഫോട്ടോ എടുത്തിട്ട്, അപ്പോഴേക്കും ബെൻ ആണെങ്കിൽ ആ ഒരു ഫോട്ടോ എന്റെ ഫോണിലേക്ക് അയക്കാവൂ എന്ന് ചോദിച്ച് അവന്റെ നമ്പര് ആ ഫോണിൽ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാണ്. അങ്ങനെ രണ്ടുപേരും എന്തായാലും നമ്പര് എക്സ്ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് ബെൻ നേരെ വീട്ടിലേക്ക് വരും. അപ്പോൾ ബെൻ ആയാലും വീട്ടിലേക്ക് വന്ന് ഡോർ തുറക്കുമ്പോൾ ഫോണും കയ്യിൽ പിടിച്ച് ഡോറിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു അനീറ്റ. എന്നിട്ട് ആ ഒരു ന്യൂസ് എടുത്ത് കാണിച്ചിട്ടാണ് നീ ഫേമസ് ആയെന്ന് പറയുമ്പോൾ അവനായാലും അത് വാങ്ങി നോക്കും. ഇത് ഇന്നെടുത്ത ഫോട്ടോ ആണോ? അതെ ഇന്നെടുത്ത ഫോട്ടോയാണ് എന്നും പറഞ്ഞ് അവൻ നിസ്സാരമായിട്ട് അങ്ങ് പോവാണ്. പക്ഷെ അനീറ്റയ്ക്കാണെങ്കിലോ അവൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു, അവൻ അതൊന്നും വലിയ കാര്യമാക്കാതെ നടന്നു പോകുന്നു. ആ ഒരു രീതിയിൽ നമ്മുടെ അനീറ്റയ്ക്ക് അത്രയും ദേഷ്യമുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ബെൻ റൂമിലേക്ക് വന്നിട്ട്, അല്ല അനീറ്റ നിന്റെ ഫോൺ തകർന്നിരിക്കുന്നു, എന്തു പറ്റി? ഇല്ല അതെന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണതാണ്. അപ്പൊ അനീറ്റ ചോദിക്കും, അല്ല ഞാൻ ആ ഒരു ന്യൂസിനെ പറ്റി ചോദിച്ചിട്ട് നിങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ, അല്ല അതിലിത്ര പറയാൻ എന്താ? അല്ല നിങ്ങളൊരാണല്ലേ, ഏതോ ഒരാണ് അലീഷയുടെ പോകുന്നു, അത് ആരാണെന്നെല്ലാം ചോദിച്ചിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത്, നിങ്ങളാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ളൊരു എഴുത്തുകാരനും, അത് കുഴപ്പമില്ല എന്ന് ചോദിക്കുമ്പോൾ ബെൻ ആണെങ്കിലും ഹേയ് അതൊന്നും വലിയ കാര്യമാക്കണ്ട, നീ എന്തായാലും കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞ് അവൻ നല്ലതുപോലെ കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ കുറെ നേരം കഴിയുമ്പോൾ അനീറ്റ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. പതി എഴുന്നേറ്റിട്ട് ബെന്നിന്റെ ഫോൺ അങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് അലീഷയായിട്ട് ചാറ്റ് ചെയ്ത ആ ഒരു കാര്യമുണ്ടല്ലോ, അവളുടെ നമ്പർ വാങ്ങിയിട്ട് ആ ഒരു ഫോട്ടോ അയച്ചത്, ആ ഒരു കാര്യങ്ങളെല്ലാം അവൾ കാണുന്നുണ്ട്. ഇതും കൂടി കാണുമ്പോൾ അനീറ്റയ്ക്കാണെങ്കിലോ അത്രയും ദേഷ്യം. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം ബെന്നാണെങ്കിലോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ഇന്നത്തെ ആ ഒരു ഷൂട്ടിങ് നല്ലതുപോലെ കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ പറയും, മാഡം നിങ്ങളുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, കാർ കൊണ്ടുവരാൻ പറയട്ടെ. അപ്പൊ അലീഷ പറയും, ഹേ ഇല്ല വേണ്ട, ഞാൻ എന്തായാലും നടന്നു പോവാം എന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടിട്ട് ബെന്നിനോട് ചോദിക്കും, അല്ല നിങ്ങൾക്ക് നടക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഹേ ഇല്ല ഒരു കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ തല കുത്തിവരെ മറിയാം, എന്ത് കുഴപ്പം എന്നെല്ലാം പറയാണ്. ഇവൻ വേണമെങ്കിൽ തല കുത്തിവരെ മറിയും. അങ്ങനെ ഇവര് രണ്ടുപേരും നടന്നു വരുമ്പോൾ നമ്മുടെ മാറ്റി ആണെങ്കിൽ വേറൊരു വശത്ത് കളിക്കാനായിട്ട് ഇങ്ങനെ ഓടിപ്പോവാണ്. അപ്പോഴേക്കാണ് ബെൻ അലീഷയോട് പറയുന്നത്, ഇന്ന് നിങ്ങൾ അഭിനയിച്ചത് ഞാൻ മോണിറ്ററിലൂടെ കണ്ടിരുന്നു, എന്ത് ഭംഗിയായിരുന്നെന്നറിയോ? ഓ താങ്ക്സ്.
അല്ല ബെൻ, ആ ഒരു ഫോട്ടോ ഇന്റർനെറ്റിൽ വന്നത് എന്തായാലും സോറി ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ബെൻ പറയും, ഹേ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, ഇല്ല അങ്ങനെയല്ല, എന്നെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും എനിക്കത് വലിയ കാര്യമല്ല. പക്ഷെ ഇപ്പോ നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്, നിങ്ങളെയും എന്നിലേക്ക് വലിച്ചിടാൻ നോക്കുകയാണ് എന്നെല്ലാം പറയുമ്പോൾ ബെൻ പറയും, ഹേയ് അതൊന്നും കുഴപ്പമൊന്നുമില്ല, അവളൊന്നും ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ ഒരു കാര്യം നമ്മുടെ മാറ്റി ഉണ്ടല്ലോ ഒരു മരത്തിന്റെ പുറകിലായിട്ട് നിന്ന് കാണുന്നുണ്ട്. പക്ഷെ അവൾ അത് വലിയ കാര്യമാക്കുന്നില്ല. അവളായാലും അവിടെ നിന്ന് ഓടി അങ്ങ് പോകുന്നു. അതേ സമയം ഇവിടെ വീട്ടില് അനീറ്റ അലീഷയുടെ ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അവളെ പോലെ തന്നെ മേക്കപ്പ് എല്ലാം ചെയ്ത് മാറാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോ ബെന്നിന് അലീഷയെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവളെ പോലെ മേക്കപ്പ് എല്ലാം ചെയ്ത് ഒരുങ്ങിക്കഴിഞ്ഞാല് തന്നെ ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് അനീറ്റ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ ആ ഒരു ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ബെൻ ഇപ്പോഴും അലീഷയ്ക്ക് മെസ്സേജ് അയക്കാണ്. എന്താണെന്ന് വെച്ചാല് ആ ഒരു ഫോട്ടോയെ പറ്റിയുള്ള കാര്യം അത് നീ ചിന്തിച്ച് വിഷമിക്കണ്ട, അതൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അലീഷ ആയാലും ഓ താങ്ക്സ് ഉണ്ട്, നിനക്ക് എപ്പോ ആണെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ അപ്പോൾ തന്നെ അതിന് റിപ്ലൈ തരും, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഓക്കെ എനിക്ക് തോന്നുമ്പോഴെല്ലാം ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം എന്നുള്ള രീതിയിൽ ഒരു ലവ് ചാറ്റ് എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് വന്ന് ഇപ്പോ അനീറ്റ ബെന്നിനോട് സംസാരിക്കാണ്. അല്ല എപ്പോഴും നീയല്ലേ മാറ്റിയെ ഷൂട്ടിന് കൊണ്ടുപോകുന്നത്, നാളെ ഒരു ദിവസത്തേക്ക് ഞാൻ അവളെ കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഹേയ് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ കൊണ്ടുപോവാ. അത് പറഞ്ഞപ്പോ അവന്റെ മുഖം ഇരിക്കുന്നത് നോക്ക്, അതുപോലെ ആള് മാറിക്കഴിഞ്ഞാല് മാറ്റിക്ക് അത് ശരിയാവത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോവാന്ന് അവനിങ്ങനെ പറയാണ്. അപ്പൊ അനീറ്റ ആയാലും മറുത്തൊന്നും പറയത്തുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ അടുത്ത ദിവസം ബെൻ എഴുന്നേറ്റ് ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് അലീഷ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവള് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ അവനായാലും ഫോൺ എടുത്ത് നേരെ ബാത്റൂമിനകത്തേക്ക് ഓടിപ്പോയിട്ട് അതെന്താണെന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഇന്നത്തെ ദിവസം ഇവർക്ക് ഷൂട്ടില്ല, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല ഒരു ജോലിയില്ല, വെറുതെ ഇരിക്കുകയാണ്. അല്ല നിങ്ങൾക്കോ? ഞാനും വെറുതെ ഇരിക്കുകയാണെന്ന് അലീഷയും പറയും. ഓക്കെ അങ്ങനെയാണെങ്കിലേ ഇന്ന് എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ വെളിയിൽ നമ്മുടെ അനീറ്റ ശ്രദ്ധിക്കുന്ന സമയത്ത് ബാത്റൂമിനകത്ത് എന്തോ ശബ്ദം കേൾക്കുന്നു. ഇവളായാലും പതിയെ ആ ഒരു ഡോറിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതൊരു ഗ്ലാസ് ടൈപ്പാണ്, അതുകൊണ്ട് ഉള്ളിലത്തെ കാര്യങ്ങൾ ചെറിയ രീതിയിൽ കാണാൻ കഴിയും. ഈ ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ പിന്നെ മറയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ അവൻ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, അലീഷയുടെ ഒരു വീഡിയോ എടുത്തിട്ട് അതും കണ്ട് മാസ്റ്റർ ബേറ്റ് ചെയ്യാണ്. ഇത് കാണുമ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ അനീറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഇന്ത്യയിൽ വല്ലതും ആയിരുന്നെങ്കിൽ ഭർത്താവിനെ കാലയെ പിടിച്ച് ഭിത്തിയിലൊട്ടിച്ചാനെ. അങ്ങനെ ഇത് കണ്ടതും അനീറ്റ പതിയെ ഒന്നും അറിയാത്തതുപോലെ തന്നെ നേരെ കിച്ചണിലേക്ക് വന്ന് ജോലിയെല്ലാം ചെയ്യാണ്. കുറച്ച് കഴിയുമ്പോൾ ബെന്നായാലും ഒന്നും അറിയാത്തതുപോലെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇവരോട് സംസാരിക്കുമ്പോൾ അനീറ്റ ചോദിക്കും, അല്ല ഇന്ന് നിനക്ക് വേറെ ഷൂട്ട് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എന്തായാലും വെളിയിലേക്ക് പോയാലോ എല്ലാവരും ചേർന്നിട്ട്? അപ്പോൾ ബെൻ പറയും, ഇല്ലില്ല എനിക്ക് കുറച്ച് എഴുതാനുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് വാ, ഞാൻ അത്ര ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മാറ്റി പെട്ടെന്ന് അനീറ്റയോട് പറയും, അമ്മ ഞങ്ങൾ അലീഷ ആന്റിയുടെ വീട്ടിൽ പോയപ്പോൾ അവരെനിക്കൊരു പാൻ കേക്ക് ഉണ്ടാക്കി തന്നിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, അതുപോലെ ഒന്ന് എനിക്ക് ഉണ്ടാക്കി തരോ ഇത് ചോദിക്കുന്നതും അനീറ്റ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. വേറെ ഒന്നുമല്ല, അവളുടെ ഭർത്താവാണെങ്കിൽ അലീഷയെ സ്നേഹിക്കുന്നു, ഇപ്പൊ മകളായാലും അലീഷയുടെ പേര് പറയുന്നു. എങ്ങനെയുണ്ടാവും? എരിയുന്ന തീര് വീണ്ടും എണ്ണ ഒഴിക്കുന്നത് പോലെ. അപ്പോ ബെന്നിന്റെ മനസ്സിലായി അനീറ്റയ്ക്ക് നല്ല ദേഷ്യമുണ്ടെന്ന്. ബെന്നായാലും പതിയെ അടുത്തേക്ക് ചെന്നിട്ട്, ഏയ് കുഞ്ഞല്ലേ, അവൾക്ക് എന്തറിയാം, ഒരു പാൻ കേക്ക് ഉണ്ടാക്കി തരാനല്ലേ പറഞ്ഞ്, അതിനെത്ര ദേഷ്യപ്പെടുന്ന എന്താന്ന് ചോദിക്കുമ്പോൾ, പാൻ കേക്കോ, അത് ഞാൻ മാത്രമേ എന്റെ മകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പാടുള്ളൂ, വേറെ ആരും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ബെൻ പറയും, ഇത് ഇത്ര വലിയ കാര്യമാക്കുന്ന എന്തിനാ, വെറുതെ വിട്ടൂടെ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും അനീറ്റയെ കൊണ്ട് ഇത് വിടാൻ കഴിയുന്നില്ല. ഇപ്പൊ ആ ഒരു കാര്യം തന്നെ ഓർത്തിട്ട് നല്ലതുപോലെ കരയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നിട്ട്, ഓക്കെ കുട്ടികളെ രണ്ടുപേരെ ഞാൻ തന്നെ പാർക്കിലേക്ക് കൊണ്ടുപോവാം എന്നും പറഞ്ഞ് ഈ ഒരു കുട്ടികളെയും കൊണ്ട് കാറും എടുത്ത് അനീറ്റ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അങ്ങനെ അവള് പോകാനായിട്ട് നോക്കി നിൽക്കുന്ന ആ ഒരു തക്കം ബെൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അലീഷയ്ക്ക് മെസ്സേജ് അയക്കുന്നു. ഏയ് നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നേ? ഞാൻ വീട്ടിൽ തനിച്ചാണ്, നിങ്ങൾ വീട്ടിൽ തനിച്ചാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അലീഷ പറയും, നിങ്ങൾ വീട്ടിൽ തനിച്ചാണോ? ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുന്നതും ഇത് കേട്ട ബെന്നാണെങ്കിലോ പെട്ടെന്ന് വന്നിട്ട് നല്ലതുപോലെ കുളിച്ച് വൃത്തിയായി പല്ലൊക്കെ ഒന്നുകൂടി തേച്ച് നല്ല ഇതിൽ ഡ്രസ്സെല്ലാം ചെയ്തിട്ട് അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും ബെല്ലാരോ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ വെളിയിൽ ഒരു കാർ വരുന്ന ശബ്ദം. ഓടി വന്ന് ഡോറ് തുറക്കുമ്പോൾ അത് വേറെ ആരുമല്ല, വെളിയിലേക്ക് പോയ അനീറ്റ. അപ്പോ ബെന്നായാലും വെളിയിലേക്ക് വന്നിട്ട്, അല്ല നിങ്ങളെന്താ പെട്ടെന്ന് തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല പാർക്കിൽ നല്ല തണുപ്പ്, കുട്ടികൾക്ക് അസുഖം വല്ലതും വന്നാലോ, അതുകൊണ്ടാ പെട്ടെന്ന് തിരിച്ചു വന്നതെന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകുന്നതും ബെൻ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ അലീഷയ്ക്ക് മെസ്സേജ് അയക്കും, ഇതുപോലെ വീട്ടിലേക്ക് വരണ എന്റെ ഭാര്യ തിരിച്ചു വന്നു, കാര്യം എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കുന്നു. അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ നമ്മുടെ ബെന്നാണെങ്കിൽ ബാത്റൂമിൽ കയറിയിട്ട് വീണ്ടും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അനീറ്റ അടുത്തേക്ക് ചെന്ന്, ബെൻ എന്തു പറ്റി? ഇല്ലില്ല, എന്തോ ശരീരം വയ്യാത്തതുപോലെ ഒരുപാട് ഛർദ്ദിക്കുന്നുണ്ട്, ഞാൻ അകത്തേക്ക് വരണോ? വേണ്ട ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞ്
അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ നമ്മുടെ ബെന്നിനാണെങ്കിലോ അസുഖം കാരണം ഒട്ടും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്തായാലും അനീറ്റയ്ക്കാണ് ഇപ്പോൾ ചാൻസ് മാറ്റിയെ കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ട് തന്നെ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോൾ കുട്ടികളെ രണ്ടുപേരെ എടുത്ത് മാറ്റി നേരെ ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ എപ്പോഴും പോലെ തന്നെ നമ്മുടെ എമിലി ആയാലും വന്നിട്ട് മാറ്റിയെ കൂട്ടി അവിടെ നിന്ന് പോകുമ്പോൾ അനീറ്റ ചോദിക്കും, അല്ല ഞാനിപ്പോൾ എവിടെ ഇരിക്കേണ്ടേ, ദേ ആ ഒരു ക്യാരവാനിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി എന്നും പറഞ്ഞ് അനീറ്റയെ അവിടേക്ക് പറഞ്ഞു വിടും. ഞങ്ങൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാം എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നതും അനീറ്റയായാലും ആ ഒരു ക്യാരവാനിലേക്ക് കയറിയിരിക്കുകയാണ്. അതേസമയം ഇവിടെ അലീഷയ്ക്ക് മനസ്സിലായി ബെന്നല്ല മാറ്റിയെ കൊണ്ടുവന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവന് മെസ്സേജ് അയച്ചിട്ട്, അല്ല എന്തു പറ്റി, എന്താ ഇന്ന് വരാഞ്ഞേ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തോ അതോ വേറെ എന്തെങ്കിലും ആണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല നിങ്ങളൊന്നും തെറ്റായിട്ട് ചെയ്തില്ല, എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ടാണ് വരാഞ്ഞത് എന്ന് മെസ്സേജ് അയക്കും. അതുമല്ല നിന്നെ കാണാതിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നീ അനീറ്റയോട് അധികം അങ്ങനെ ഒന്നും സംസാരിക്കണ്ട, അതിനിടയിലും ഒലിപ്പിക്കുന്നതിന് ഒരു കുറവുമില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നീ അനീറ്റയോട് അധികം അങ്ങനെ സംസാരിക്കാൻ നിൽക്കണ്ട, ഇപ്പൊ അവൾ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നാലും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അവനിങ്ങനെ പറയുന്നു. ഇപ്പോൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ അനീറ്റയെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അനീറ്റയെല്ലാം അവിടെ ഇരുന്നിട്ട് അലീഷയെ കാണുന്നതും അത്രയും ദേഷ്യം, നീ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ഒരു മൂവിയിൽ അലീഷയാണ് മാറ്റിയുടെ അമ്മ. അതുകൊണ്ട് തന്നെ മാറ്റി എപ്പോഴും അമ്മ അമ്മ എന്ന് വിളിക്കുന്നത് കൂടി കേൾക്കുമ്പോൾ സഹിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതും ഇപ്പോൾ നമ്മുടെ അനീറ്റ എമിലിയോട് ചോദിക്കും, അല്ല എന്റെ മകന്റെ ഡൈപ്പർ മാറ്റണം, അതിനിവിടെ സ്ഥലമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ ഇരുന്ന് ആ ഒരു ക്യാരവാനിൽ തന്നെ പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഒരു ഡിവൈസ് എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് മാറ്റിയുടെ കയ്യിൽ കൊടുക്കണം, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവൾക്കറിയാം എന്നും പറഞ്ഞ് അനീറ്റ ആയാലും അവിടെ നിന്ന് നേരെ ആ ഒരു ക്യാരവാനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു ഡിവൈസ് കൊടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഷൂട്ടിങ് കഴിഞ്ഞാലേ അത് നമ്മുടെ മാറ്റിയെ വിളിച്ച് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അനീറ്റ ആയാലും ഇവിടെ വണ്ടിയിൽ ഒരുപാട് നേരം ഇരുന്നിട്ടും ഇന്നത്തെ ആ ഒരു ഷൂട്ടിങ് കഴിയാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നു, കാരണം രാത്രിയായി. അപ്പോഴേക്കും തന്നെ അലീഷയുടെ ആ ഒരു ക്യാരവാനും എതിർവശത്തുണ്ട്. എന്തായാലും അതിനകത്ത് പോയി നോക്കിയാലോ എന്നും പറഞ്ഞിട്ട് ആരും കാണാതെ പതിയെ ആ ഒരു ക്യാരവാനകത്തേക്ക് കയറും. എന്നിട്ട് അലീഷ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക്, റിങ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും അവളെടുത്ത് നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മാറ്റി അനീറ്റയെ വിളിക്കാണ്. അവരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിവൈസിലൂടെ വിളിച്ച് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അനീറ്റ ഈ ഒരു ക്യാരവാനിൽ നിന്ന് ചാടിയിറങ്ങി ഒന്നും അറിയാത്തതുപോലെ അവരുടെ ആ ഒരു ക്യാരവാനിലേക്ക് കയറി ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നമ്മുടെ അനീറ്റയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അലീഷ അനീറ്റയെ പരിചയപ്പെടുന്നു. ഞാനാണ് അലീഷ, നിങ്ങളുടെ മകളുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അറിയാം, ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല എവിടെ വെച്ച്? ഇല്ല, നിങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ മോണിറ്ററിൽ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു, നിങ്ങൾ നല്ലതുപോലെ തന്നെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അലീഷ പറയും, മാറ്റിയും വെറുതെ ഒന്നല്ല കേട്ടോ, അവള് നല്ലതുപോലെ തന്നെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അലീഷ അനീറ്റയോട് ചോദിക്കും, അല്ല ബെന്നിന് എന്ത് പറ്റി, വയ്യാന്ന് പറഞ്ഞു, വയ്യാണ്ടിരിക്കുവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനീറ്റ പെട്ടെന്ന്, അല്ല അവന് വയ്യാന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പോഴേക്കും അലീഷ, ഓ അതോ, അത് ചിലപ്പോൾ മാറ്റി എന്നോട് പറഞ്ഞതായിരിക്കും എന്നുള്ള രീതിയിൽ അതങ്ങ് വഴി മാറ്റി വിടുകയാണ്, പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അപ്പോഴേക്കും അലീഷ പറയും, ഓക്കെ ശരി ഞാൻ പോവാണെന്നും പറഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. അനീറ്റ ആയാലും നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ ബെന്നിനോട് ചോദിക്കും, അല്ല നിനക്ക് വയ്യാന്നുള്ള കാര്യം അലീഷ എങ്ങനെ മനസ്സിലാക്കി? ഞാൻ ഈ ഒരു കാര്യം വേറെ ആരോടും പറഞ്ഞിട്ടില്ല, അതെങ്ങനെ അവൾ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ബെൻ പറയുന്നത്, ഓ അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. എന്തിന്? ഇല്ല എല്ലാ ദിവസവും ഞാനല്ലേ അവളെ ഇല്ല എല്ലാ ദിവസവും മാറ്റിയെ ഞാനല്ലേ കൊണ്ടുപോകുന്നത്, നീ ചെല്ലുമ്പോൾ നീ ആരാണെന്ന് അലീഷയ്ക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയാണ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത് എന്ന് നമ്മുടെ ബെൻ അങ്ങനെ പറയും. ഓ അങ്ങനെയാണല്ലേ, ശരി നിങ്ങൾ പോയി കിടന്നു എന്നും പറഞ്ഞിട്ട് ബെന്നിനെ ഉറങ്ങാനായിട്ട് പറഞ്ഞു വിടും. അങ്ങനെ അവനായാലും പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം അവള് പതിയെ എഴുന്നേറ്റ് അവന്റെ ആ ഒരു ഫോൺ എടുത്തിട്ട് ലോക്ക് അഴിക്കാനായിട്ട് പിൻ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഇൻകറക്റ്റ് എന്ന് കാണിക്കുന്നു. എന്താണെന്ന് വെച്ചാല് ഇതിനു മുന്നേ എല്ലാം അനീറ്റയ്ക്ക് തന്നെ അറിയാം അവന്റെ ആ ഒരു പാസ്വേഡ്, പക്ഷെ ഇപ്പൊ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അവൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ബെന്നിനിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മാറ്റിയെ ഷൂട്ടിങ്ങിനായിട്ട് കൊണ്ടുപോകുന്നത് അവനാണ്. അവിടേക്ക് ചെന്നിട്ട് ഇപ്പൊ അലീഷയായാലും ഒരുങ്ങി നടന്നിങ്ങനെ പോകുന്നത് കാണുന്നതും പെട്ടെന്ന് ഫോൺ എടുത്ത് അവൾക്ക് മെസ്സേജ് അയക്കുന്നു, ഇതുപോലെ നിന്നെ ഇന്ന് കാണാനായിട്ട് വളരെ സുന്ദരിയായിട്ടുണ്ട്, എന്റെ അമ്മോ ഇവന്റെ ഒലിപ്പീരാണ് സഹിക്കാൻ കഴിയാത്തത്. ഓക്കെ അങ്ങനെ അവനായാലും മെസ്സേജ് അയക്കുമ്പോൾ അലീഷയായാലും തിരിച്ച്, ഓ അങ്ങനെയാണല്ലേ, ശരി നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്, നീ നേരെ മാറ്റിയുടെ ക്യാരവനിലേക്ക് ചെന്ന് നോക്ക് എന്നും പറഞ്ഞിട്ട് അവൾ കാറിൽ കയറി ഇങ്ങനെ പോകുന്നതും എമിലി എന്ന് പറഞ്ഞ ആ ഒരു ഡയറക്ടർ ബെന്നിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ബെൻ പറയുന്നത്, അല്ല കുറച്ചു നേരം ഒന്ന് മാറ്റിയെ നോക്കാൻ കഴിയോ, ഞാൻ ഇപ്പോ വരാം, എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു ക്യാരവാനിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ എമിലി പറയുന്നുണ്ട്, ഇല്ല സാർ എനിക്ക് വേറെ ജോലിയുണ്ട്, നോക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നതിന് മുന്നേ തന്നെ അവൻ അങ്ങ് ഓടിപ്പോകുന്നു. അങ്ങനെ അവനായാലും ഓടി ആ ഒരു ക്യാരവാനകത്തേക്ക് വന്നിട്ട് അവൾക്ക് മെസ്സേജ് അയക്കാണ്, ഇതുപോലെ ഞാൻ ക്യാരവാനകത്ത് വന്നിട്ടുണ്ട്, എന്താ ചെയ്യണ്ടേ? അപ്പോൾ അവൾ തിരിച്ച്, ഞാൻ സുന്ദരിയാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുന്ദരി നീയാണ്. എന്റെ അമ്മോ ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. ശരി അങ്ങനെയാണെങ്കിൽ അവിടെ ടേബിളിൽ ലൂക്കസിന്റെ ഫോണുണ്ട്.
അതെടുത്ത് നോക്കാൻ പറയുമ്പോൾ അതിനകത്ത് ഒരു വീഡിയോ ഉണ്ട്. അതിൽ അലീഷ്യ സോഫയിൽ ഇങ്ങനെ കിടക്കുന്നത് പോലെയാണ് കാണുന്നത്. എന്നിട്ട് അവൾ മെസ്സേജ് അയക്കും, നിനക്ക് എന്ത് ചെയ്യണോ അത് ചെയ്തോ എന്നുകൂടി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതും അതും കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ക്യാരമാനിലാരോ ഒന്ന് തട്ടുന്നു. പെട്ടെന്ന് ഡോർ തുറക്കുമ്പോൾ എമിലിയാണ്. സാർ, മാറ്റിയെ കാണുന്നില്ല. എന്ത് മാറ്റിയെ കാണുന്നില്ലെന്നോ? നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ ഏൽപ്പിച്ചിട്ട് നോക്കാനായിട്ട് പറഞ്ഞത്, നിങ്ങൾക്കത് ശ്രദ്ധയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ, എനിക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു, അത് നിങ്ങളോട് പറയാൻ വന്നപ്പോൾ നിങ്ങൾ അതിനു മുന്നേ തന്നെ ഓടിപ്പോയി. ശരി ബാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെന്നായാലും അവിടെ എല്ലാം മാറ്റി അന്വേഷിക്കാൻ നടക്കാണ്. അതുപോലെ അടുത്തൊരു കാടുണ്ട്, ആ ഒരു കാടിനകത്തും കയറി നോക്കുന്നുണ്ട്. അതേസമയം എമിലി ആണെങ്കിലോ ഈ ഒരു കാര്യം നമ്മുടെ അനീറ്റയെ വിളിച്ചറിയിക്കും. അങ്ങനെ കുറെ നേരം അന്വേഷിച്ച് അവസാനം നമ്മുടെ മാറ്റിയെ കണ്ടുപിടിക്കുന്നുണ്ട്. അവൾ ഈ ഒരു കാടിനകത്ത് ഏതോ ഒരു മരത്തിനടുത്തായിട്ട് പോയി ഒളിച്ചു നിന്നു. അങ്ങനെ ബെന്നായാലും എല്ലായിടത്തും നോക്കി തിരിച്ചു വരുമ്പോൾ മാറ്റിയെ കണ്ടുപിടിച്ചു. പക്ഷേ അടുത്തിരിക്കുന്നത് നമ്മുടെ അനീറ്റ. അപ്പോൾ മാറ്റിയുടെ അടുത്തേക്ക് വന്നിട്ട്, മാറ്റി നീ എന്തിനാ ഓടിപ്പോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വെറുതെ പോയതാണ് എന്ന് പറയും. അപ്പോൾ ഡയറക്ടറിനോട് ചോദിക്കും, സാർ മാറ്റിയെ ഞാൻ കൊണ്ടുപോകട്ടെ? ആ കൊണ്ടുപോകോ, ഇന്നത്തെ സീൻ എന്തായാലും നാളെ നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഇവരിപ്പോ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ അനീറ്റയാണ് കാർ ഓടിക്കുന്നത്. അങ്ങനെ പോകുന്നതിന് മുന്നേ അനീറ്റ ബെന്നിനോട് ചോദിക്കും, അല്ല മോളെ നോക്കാതെ നിനക്ക് അത്രയും വലിയ ജോലി എന്താ? ഇല്ല ഞാൻ അവളെ നോക്കുമായിരുന്നു, പക്ഷെ എവിടെ പോയെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ ശരി ബാ പോവാം എന്നും പറഞ്ഞിട്ട് അനീറ്റ ഇപ്പൊ കാർ ഓടിച്ചോണ്ടെങ്കിലും പോവാണ്. ബെന്നാണെങ്കിലോ പുറകിലിരിക്കുന്നു. അവൻ ഇത്രയും സംഭവിച്ചിട്ടും പുറകിലിരുന്ന ആ ഒരു ഫോൺ എടുത്ത് അലീഷയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അനീറ്റ ആയാലോ കണ്ണാടിയിലൂടെ കണ്ടിട്ട് പെട്ടെന്നൊരു ബ്രേക്ക് അങ്ങ് അടിച്ചു കൊടുക്കും. അപ്പോഴേക്കും ബെൻ, ഹേയ് എന്താ പെട്ടെന്ന് ബ്രേക്ക് അടിക്കാനായിട്ട്? ഇല്ല റോഡിന് മുന്നിലൂടെ എന്തോ ഒരു കാര്യം പോയി, കണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവര് നേരെ വീട്ടിലേക്ക് വരികയാണ്. ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ബെൻ കിടക്കുമ്പോൾ അവന് ഇപ്പോഴും അലീഷയുടെ ഓർമ്മ മാത്രം. അവനാണെങ്കിൽ ഉറക്കം വരുന്നില്ല. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അലീഷയ്ക്ക് മെസ്സേജ് അയക്കാണ്, ഇന്ന് മാറ്റി ഓടിപ്പോയത് കൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ വല്ലാണ്ടായില്ലേ, നമുക്ക് നല്ലതുപോലെ ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഏയ് അതിനെന്താ കുഴപ്പം, അവളൊരു ചെറിയ കുട്ടിയല്ലേ, അതൊന്നും വലിയ കാര്യമൊക്കെ കണ്ട. ഓക്കെ ഒരു ദിവസം ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. ഏത് സ്ഥലം? എവിടേക്കാ കൊണ്ടുപോകുന്നേ? അതൊരു സ്ഥലമാണ്, അവിടെ നമ്മൾ രണ്ടുപേരും മാത്രം. അല്ല എനിക്ക് വേണ്ടി നീ ഇതെല്ലാം ചെയ്യുന്ന എന്തിനാ? നിന്നെ കണ്ട ആ ഒരു ദിവസം മുതൽ തന്നെ എന്റെ ജീവിതം ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ചാറ്റ് ചെയ്ത് ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസമായി. അവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ അനീറ്റ ബെൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എഴുന്നേറ്റ് മാറ്റീനെ ഒരുക്കി അവള് നേരെ ഷൂട്ടിങ്ങിനായിട്ട് കൊണ്ടുപോവാണ്. വേറെ ഒന്നുമല്ല, ബെന്നിനെ ഇന്ന് എന്തായാലും ഷൂട്ടിങ്ങിനായിട്ട് വിടരുത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, ഇന്നാണ് ആ ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസം. അപ്പോൾ ബെന്നായാലും എഴുന്നേറ്റ് നോക്കുമ്പോൾ മകളെയും കാണുന്നില്ല, ഭാര്യനെയും കാണുന്നില്ല. അതുമല്ല അവിടെ ഒരു പേപ്പറിലാണെങ്കിലോ ലൂക്കസിന് പാല് കൊടുക്കണം എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല, ലൂക്കസ് അവരുടെ ആ ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ അതാണ്. അങ്ങനെ അവനായാലും പോകാൻ കഴിയാത്ത ആ ഒരു ദേഷ്യത്തിൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ലൂക്കസിനെ നോക്കി. അപ്പൊ ഇന്നാളുടെ ലാസ്റ്റ് ദിവസം, അതുകൊണ്ട് തന്നെ ആ ഒരു ഷൂട്ടിങ് നല്ലതുപോലെ തന്നെ അവസാനിച്ച് രണ്ടുപേരും നല്ലതുപോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള എല്ലാവരും മാറ്റിയോട് പറയും, മോളെ നീ നല്ലതുപോലെ അഭിനയിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവൾ അഭിനന്ദിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവര് നേരെ വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ നമ്മുടെ അനീറ്റ ബെന്നിനോട് ചോദിക്കും, അല്ല ബെൻ ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? എന്താ അങ്ങനെ ചോദിക്കാനായിട്ട്? ഇല്ല കുഞ്ഞിനെ നോക്കണ്ടായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചത്. എങ്ങനെ പോയെന്ന് ചോദിക്കുമ്പോൾ അവനായാലും വല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അനീറ്റ ചോദിക്കും, അല്ല ഡിന്നറിന് ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എന്തുവാണെങ്കിലും ചെയ്, നിന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അനീറ്റ ഡിന്നർ ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഡ്രസ്സെല്ലാം മാറുന്നു. എന്നിട്ട് നല്ലതുപോലെ മേക്കപ്പ് എല്ലാം ചെയ്ത് ഒരുങ്ങി വെളിയിലേക്ക് വരികയാണ്. അല്ല നീ എന്താ ഡിന്നർ ചെയ്യാതെ? നീ എന്തിനാ ഇങ്ങനെ ഒരുങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡിന്നറെല്ലാം ഞാൻ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഗസ്റ്റോ? ഞാൻ അറിയാതെ ആരാ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പൊ അനീറ്റ പറയും, ഹേയ് ബെൻ ചെന്ന് ഡോർ തുറക്ക് എന്ന് പറയുമ്പോൾ ബെന്നായാലും ചെന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല, അലീഷ്യ. അവളെ കാണുമ്പോൾ തന്നെ ഓ നിങ്ങളാണോ, ബാവാ അകത്തേക്ക് വാന്നും പറഞ്ഞിട്ട് അലീഷയെ നേരെ അകത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ അനീറ്റയെ ബെൻ മാറ്റി നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, അല്ല ഇവളെന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നേ ചോദിക്കുമ്പോൾ ഇന്ന് ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസമല്ലായിരുന്നു, അതെല്ലാം കഴിഞ്ഞതുകൊണ്ട് അവരെ ഡിന്നർ കഴിക്കാനായിട്ട് ഞാൻ തന്നെയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് ബെൻ ഇങ്ങനെ പറയാണ്. അങ്ങനെ അകത്തേക്ക് വന്നിരുന്നിട്ട് ഇവർ കഴിക്കാൻ തുടങ്ങാണ്. ഇപ്പോ ഭർത്താവായിട്ടുള്ള ബെൻ അലീഷയായിട്ട് ഒരു അഫെയറിലാണ്. ഇപ്പൊ ആ ഒരാളെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് ആഹാരം കൂടി കൊടുക്കുമ്പോഴത്തേക്കും അനീറ്റയ്ക്ക് എങ്ങനെയുണ്ടാവും, അതെല്ലാം സഹിച്ചു പിടിച്ചതിനിരിക്കുന്നു. എന്നിട്ട് ഇവളായാലും അധികം ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കാണ് അലീഷ ബെന്നിനോട് ചോദിക്കുന്നത്, അല്ല ബെൻ നിങ്ങളുടെ ബുക്കെല്ലാം എങ്ങനെ പോകുന്നുണ്ട്, എഴുത്തെല്ലാം നല്ലതുപോലെ നടക്കുന്നുണ്ടോ? ആ ഒരു ബുക്ക് ഇപ്പൊ എഴുതി കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഒരു ബുക്ക് കൂടിയുണ്ട്, അതിന് കുറച്ച് സമയം വേണ്ടി വരും. ഓ അങ്ങനെയാണല്ലേ, അടുത്ത ബുക്ക് റിലീസാകുമ്പോൾ എന്തായാലും പറഞ്ഞേക്ക്. ആ അതെല്ലാം ഞാൻ പറയാം എന്ന് പറയുമ്പോൾ നമ്മുടെ അനീറ്റ ആയാലും മാറ്റിയെ കൊണ്ടുവന്ന് അവളുടെ റൂമിലേക്ക് എടുത്തിട്ട്, മാറ്റി ഉറങ്ങാൻ സമയമായി കിടന്ന് ഉറങ്ങിക്കോന്നും പറഞ്ഞ് ഓക്കെ. അതിനു മുന്നേ അലീഷയോട് ഗുഡ് നൈറ്റ് പറയും എന്നെല്ലാം പറയുമ്പോൾ അവളായാലും ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ നേരെ ഡൈനിങ് ടേബിളിന് അടുത്തേക്ക് വന്നിരുന്ന് വീണ്ടും സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അനീറ്റയാണെങ്കിലോ അലീഷയോട് നിർത്താതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇത് കാണുന്ന ബെന്നിന് അത്രയും ദേഷ്യം വന്നിട്ട്,
അനീറ്റ നീ എന്താ ഇങ്ങനെ വെറുതെ ഇറന്ന് സംസാരിക്കുന്നേ, ഒന്ന് നിർത്താൻ കഴിയോ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് കേട്ട അലീഷ്യ ഓക്കെ ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാണ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാനായിട്ട് വരുമ്പോൾ ബെൻ പെട്ടെന്ന് അലീഷ്യ നീ എവിടെ തന്നെ ഇരിക്കേ, നീ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അലീഷ്യ പറയും ഇല്ലില്ല ഞാൻ പോവാണെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ബെൻ അടുത്തേക്ക് ചെന്നിട്ട് ശരി അങ്ങനെയാണെങ്കിൽ നീ പോയിക്കോ, നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഫോണിലൂടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ അവളായാലും എന്ത് ഫോണിലൂടെയോ, എന്താ നീ പറയുന്നേ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോൾ ബെന്നായാലും പുറകെ ചെന്നിട്ട് അലീഷ്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിലോ ഒട്ടും അറിയാത്തതുപോലെ നല്ലതുപോലെ പേടിച്ചിട്ട് ആ ഒരു കൈ തട്ടി മാറ്റി പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും ബെൻ പെട്ടെന്ന് തിരിച്ച് നേരെ അനീറ്റയുടെ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ ഇതോടെ എനിക്ക് മതിയായി, ഇന്ന് നടന്ന ഈ ഒരു സംഭവം അതോടെ തന്നെ ഞാൻ തീരുമാനിച്ചു നിന്നെ എന്തായാലും ഞാൻ ഉപേക്ഷിക്കാൻ പോവാണ്. ഇനി എന്റേതായിട്ടുള്ള ജീവിതം എനിക്ക് അലീഷയാണ് ഇഷ്ടം, ഞാൻ അവളോടൊപ്പം പോയി ജീവിക്കും, അവളെ കണ്ടുപിടിച്ച് ഞങ്ങൾ രണ്ടുപേരും പോയി ജീവിക്കും എന്നും പറഞ്ഞിട്ട് ബെൻ അവിടെ നിന്ന് കാറും എടുത്ത് പോകുന്നതും ഇപ്പോൾ ഇതെല്ലാം കേട്ട അനീറ്റയാണെങ്കിലോ ആകെ വിഷമിച്ച് കരഞ്ഞോടിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടാണ് പതിയെ പോക്കറ്റിൽ നിന്നും ഒരു ഫോൺ എടുത്ത് ടേബിളിന്റെ മുകളിലേക്ക് വെക്കുന്നു. അങ്ങനെ ബെന്നായാലും കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അലീഷയെ വിളിക്കുന്നുണ്ട്. അവളായാലും ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ സത്യത്തിൽ ആ ഒരു ഫോണിൽ സംസാരിക്കുന്നത് അലീഷയല്ല അനീറ്റയാണ്. അപ്പൊ ബെന്നായാലും ഈ ഒരു ശബ്ദം കേട്ട് ഷടാ ഇനി വെപ്രാളത്തിലെ അനീറ്റയെ തന്നെ വിളിച്ചതാണോ എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇല്ല അലീഷയെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ബെൻ ചോദിക്കും ഹേ അനീറ്റ നീ അലീഷയുടെ ഫോൺ മോഷ്ടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരുടെയും ഫോൺ മോഷ്ടിച്ചില്ല, ഇതെന്റെ ഫോൺ തന്നെയാണ് എന്ന് അനീറ്റ പറയുമ്പോഴത്തേക്കും ഇപ്പോഴാണ് നമ്മുടെ ബെൻ ആലോചിക്കുന്നത് അപ്പോ ഇത്രയും നാളായിട്ട് ഞാൻ ചാറ്റ് ചെയ്തത് നിന്നോടാണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇവിടെയാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണ്, ഒരാളുടെ നമ്പർ അടിച്ചിട്ടിട്ട് പേര് സേവ് ചെയ്ത് അതിട്ടേക്കും. ഇപ്പൊ എല്ലാവർക്കും ആ ഒരാളുടെ നമ്പർ ഓർമ്മ ഉണ്ടാവണമെന്ന് പോലും ഇല്ല, പേരുള്ളത് കൊണ്ട് നമ്പർ ആരും ഓർത്ത് വയ്ക്കത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബെന്നും അലീഷയുടെ നമ്പർ വിട്ടിട്ട് അവളുടെ പേരും അടിച്ചങ്ങിട്ടു. അവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ അനീറ്റ അവൻ ആ ഒരു ഫോണിന്റെ പാസ്വേഡ് മാറ്റുന്നതിന് മുന്നേ തന്നെ അവന്റെ ഫോൺ എടുത്തിട്ട് അതിൽ അലീഷ എന്ന് പറഞ്ഞ് സേവ് ചെയ്ത ആ ഒരു നമ്പർ ഉണ്ടല്ലോ അതിൽ അലീഷയുടെ നമ്പർ മാറ്റിയിട്ട് അനീറ്റയുടെ നമ്പർ തന്നെ അവൾ അടിച്ചിട്ട് അത് സേവ് ആക്കി വെച്ചു. അതുപോലെ സ്വന്തം ഭാര്യയുടെ നമ്പർ പോലും ബെന്നിന് അറിയത്തില്ല, കാരണം ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവളുടെ നമ്പറാണെന്ന് പോലും അറിയത്തില്ല. ഈ ഒരു പേരുള്ളത് കൊണ്ട് അലീഷയാണെന്നും പറഞ്ഞ അവനും അവളോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഈ ഒരു മൂവിയിലാണെങ്കിലോ ബെന്നും അലീഷയും അധികം ഫോണിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇവര് ചാറ്റിലൂടെയാണ് എപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ട് അലീഷയോടെയാണ് ചാറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഇത്രയും നാളും അനീറ്റയോടാണ് അവൻ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ അനീറ്റയുടെ ഫോണാണെങ്കിലോ പൊട്ടിപ്പോയെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അവൾക്ക് മറ്റൊരു ഫോണുണ്ട്, അതുപോലും ബെന്നിന് അറിയത്തില്ല. ആ ഒരു ഫോണിലൂടെയാണ് ഇവള് അവനുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുമല്ല ഒരു ദിവസം അവന് വയ്യാണ്ടായത് സാധാരണ സംഭവിച്ചതല്ല, അതിനും കാരണം നമ്മുടെ അനീറ്റ തന്നെയാണ്. അവന് പ്രത്യേകം മരുന്നെല്ലാം കൊടുത്ത് അവനെ വയ്യാണ്ടാക്കിയതാണ്. കാരണം ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഈ ഒരു ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇവര് ഫാമിലി ആയിട്ട് തിരിച്ചു വരുമല്ലോ. നമ്മുടെ മാറ്റിയെ കാണാതായി കണ്ടതിന് ശേഷം ഇവര് കാറിൽ തിരിച്ചു വരുമ്പോൾ ബെന്നാണെങ്കിലും ഫോൺ എടുത്ത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് പെട്ടെന്ന് അനീറ്റ ആ ഒരു ബ്രേക്ക് അടിക്കുന്ന സീൻ, സത്യത്തില് അവൾ അത് കണ്ടിട്ട് ബ്രേക്ക് അടിച്ചതൊന്നല്ല. ബെൻ അലീഷയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ അതിന് ഉടനെ തന്നെ റിപ്ലൈ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവന് സംശയം വരും. അതുകൊണ്ട് അനീറ്റ കാർ ഓടിക്കുമ്പോൾ തന്നെ ഫോണിൽ നോക്കി അവന് റിപ്ലൈയും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് മുന്നിലൂടെ എന്തോ ഒരു കാര്യം പോയിട്ട് അത് കാണാതെ അവള് പെട്ടെന്ന് ബ്രേക്ക് അടിച്ചത്. അപ്പോൾ ഒരു സംശയം കൂടിയുണ്ട്, ഇപ്പോ മാറ്റിയുടെ കാരവാനിൽ ചെല്ലുമ്പോൾ അവിടെ ഡിവൈസിൽ അലീറ്റയെ പറ്റിയുള്ള ഒരു വീഡിയോ അവന് കാണാനായിട്ട് കൊടുത്തിരുന്നല്ലോ. സത്യത്തിൽ ആ ഒരു വീഡിയോയിലുള്ളത് ഒരിക്കലും അലീഷ അല്ലായിരുന്നു, അത് നമ്മുടെ അനീറ്റ തന്നെയായിരുന്നു. അവള് ഒരു വിഗ് തലമുടിയും വെച്ചിട്ട് അവന്റെ സ്വഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അലീഷയോടായാലും ബെൻ പറയുമല്ലോ നമുക്ക് പിന്നീട് ഫോണിൽ സംസാരിക്കാന്ന്. സത്യത്തിൽ അലീഷയ്ക്ക് ആ ഒരു കാര്യങ്ങളൊന്നും അറിയത്തില്ല. അന്ന് ഈ ഒരു ഫോട്ടോ സെൻഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇവരുടെ രണ്ടുപേരെ ഫോട്ടോ ന്യൂസിലെല്ലാം വന്നല്ലോ, അതിനെ പറ്റിയും ചാറ്റ് ചെയ്തു, പിന്നെ അവന്റെ അസുഖത്തെ പറ്റിയും. ഇതല്ലാതെ വേറെ ഒന്നും അലീഷയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അവളും ഒന്നും അറിയാത്തതുപോലെ തന്നെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ ബെന്നാണെങ്കിലോ തന്നോടൊപ്പം സംസാരിക്കുന്ന ഒരു പെണ്ണ്, അത്ര ഇഷ്ടമുള്ളൊരു പെണ്ണ് അവളുടെ കയ്യിൽ പിടിച്ചാൽ എന്താ എന്നുള്ള രീതിയിലാണ് അവൻ കയറി കയ്യിൽ പിടിക്കുന്നത്. പക്ഷെ അവൻ അറിയത്തില്ല അനീറ്റ അവനെ പറ്റിക്കുമായിരുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പോൾ നീയാണതല്ലേ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവന്റെ കൺട്രോൾ മുഴുവനായിട്ട് പോയി കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ കാറിന്റെ നിയന്ത്രണം വിട്ട് ഒരു മരത്തിലേക്ക് കൊണ്ടിടിച്ച് തല കീഴായിട്ട് മറിഞ്ഞു വീഴുന്നു. അവിടെ വെച്ച് ബെൻ മരിക്കുകയും ചെയ്യാണ്. ഇപ്പൊ ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു കാര്യം പ്ലാൻ ചെയ്ത് ഇവൻ ഇതുപോലെ കൊല്ലാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്റ്റാർട്ടിങ് സീനിൽ അനീറ്റ ആ ഒരു കണ്ണാടിയിലേക്ക് കൈകൊണ്ടിടിക്കുമല്ലോ, അതിന് കാരണം വേറെ ഒന്നുമല്ല, ബെൻ ഇതിനിടയ്ക്ക് കുറെ നാള് വേറൊരു സ്ഥലത്ത് പോയി നിന്നിരുന്നു എഴുതാനെന്ന് പറഞ്ഞിട്ട്. അവിടെ വെച്ചും ഇതുപോലെ വേറൊരു പെണ്ണുമായിട്ട് റിലേഷനായി. അത് കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റി അവനോട് ചോദിക്കുമ്പോൾ അവൻ എല്ലാ കുറ്റങ്ങളും അനീറ്റയുടെ മേളിലാണ് ഇട്ടത്. അതൊന്നാമത്തെ കാരണം. ഇപ്പൊ രണ്ടാമത് കൂടി ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും എന്തായാലും അവള് സഹിച്ചിരിക്കോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഇതുപോലൊരു പണി ബെന്നിനിട്ട് അവള് കൊടുത്തതും. ഇനി എന്തായാലും അവള് സന്തോഷമായിട്ട് ജീവിക്കും, ഒരു പ്രശ്നമില്ലാതെ.
എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.